കോടതിന്ന് സംസാരിച്ചിരുന്നു. എൻ്റെ വക്കീല്, കോടതിയുടെ വക്കീല്, അവരുടെ വക്കീല്, ഞങ്ങളുടെ കുടുംബം, അവരുടെ കുടുംബം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിച്ചു. കാരണം എൻ്റെ 3 മക്കൾക്ക് വാപ്പില്ലാതായി പോകണ്ട എന്ന് കരുതിയിട്ട് അവരുടെ ഭാവി ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, അവൾ പറയുന്ന എല്ലാ കണ്ടീഷനും ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ എനിക്കുള്ളൂ. എൻ്റെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വയനാട്ടിൽ എടുക്കണ ഈ ചങ്ങായി ഇവളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഈ ബന്ധം കോടതി ഇടപെട്ടിട്ട് ഒഴിവാക്കി തരണം. ഇയാൾ ആ വീട്ടിൽ വരാൻ. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. കേരള പ്രാദേശികം എന്ന യൂട്യൂബ് ചാനൽ, യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ സാധാരണ വീഡിയോ കാണാം. അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും അതുപോലെ അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങളുമൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന, കേരള പ്രാദേശികം എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം, അതിലുള്ള വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത്. ഈ പറയുന്നത് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയപ്പെടുന്ന മണ്ണാർക്കാട് ഭാഗത്തുള്ള നൂറെ ഹബീബ് മജ്ലിസ് നടത്തുന്ന ആ ചെങ്ങായിനെ കുറിച്ചിട്ടുള്ളതാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ നൂറെ ഹബീബിനെ കുറിച്ചിട്ട് സാധാരണ വീഡിയോ ചെയ്യാറുണ്ടല്ലോ, അയാളെ കുറിച്ച് ഇപ്പൊ വീഡിയോ ഒന്നുമില്ലേ, എന്താ ചെയ്യാത്തെന്ന് ചോദിക്കാറുണ്ട്. അയാൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ, അതുകൊണ്ട് അതിന്റെ പിന്നാലെ നമ്മൾ കൂടാറില്ല. ഇനി അതിന്റെ പിന്നാലെ പോണ ആളുകളുണ്ടല്ലോ, അത്രയും വെടക്കുകളാണ് ആ ചെങ്ങായിയുടെ ഒക്കെ പിന്നാലെ പോകുള്ളൂ എന്ന് കരുതിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന കേരള പ്രാദേശികം യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിൽ പറയുന്നത് ഒരു യുവാവിന്റെ, പ്രവാസിയായ 3 മക്കളുള്ള ഒരു യുവാവിന്റെ, അയാളുടെ കുടുംബം നശിപ്പിച്ച് അയാളുടെ ഭാര്യയെ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വിഷയം സംബന്ധിച്ച് കുറച്ചൊന്ന് കേട്ടിട്ട് വരാം. അസ്സലാമു അലൈക്കും. നിങ്ങളെ ചാനലേ പലതവണ ഞാൻ കാണാറുണ്ട്. ഇപ്പം അടുത്തൊരു 2 ദിവസമായിട്ട് ഈ ഹാമിദുമായി ബന്ധപ്പെട്ടിട്ട് 2 വാർത്തകൾ കണ്ടു. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാം, സംസാരിക്കുക എന്ന് വിചാരിച്ചതാണ്. ഈ ചങ്ങായി, ഈ ഹാമിദ് എന്ന് പറഞ്ഞ ആള് 2020 മുതൽ നമ്മളെ ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. അന്ന് അയാൾ തങ്ങളാണെന്നുള്ള ലെവലിൽ ആ ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാളെ കയ്യിൽ നല്ല കൂടോത്തരത്തിൻ്റെ പരിപാടി ഉണ്ട്, ശൈത്താൻ്റെ പരിപാടി. ഇയാളെന്ത് ചെയ്തു, നമ്മളുടെ ഭാര്യനെ അയാൾ കയ്യിലാക്കി. എനിക്ക് ആ ഭാര്യയിൽ 3 മക്കളുണ്ട്. ആ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 13 വയസ്സായി. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. 3 മക്കളായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. എനിക്കായിട്ട് സ്വന്തമായിട്ട് എൻ്റെ നാട്ടിൽ ഒരു വീടും സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇവളുടെ ഉപ്പാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ ചങ്ങായി വരുന്നത്, എൻ്റെ വീട്ടിലല്ല, ഭാര്യയുടെ പിതാവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഭാര്യ വീട്ടിൽ അവിടെ ഇയാൾ വന്നിരുന്ന് നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് 1 ദിവസം എന്നാണ്. പക്ഷേ അത് ഞായറാഴ്ച പരിപാടി എന്നും പറഞ്ഞിട്ട് അയാൾ ശനിയാഴ്ച വരും, ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിൽക്കും, ഞായറാഴ്ച അവിടെ ഉണ്ടാവും. എന്നിട്ട് അയാൾക്ക് തോന്നുമ്പോൾ അയാൾ പോവുക. ഇങ്ങനെ അടുപ്പം കൂടി എന്തായി, ഭാര്യക്ക് പിന്നെ നമ്മളെ വേണ്ട എന്നുള്ളൊരു ലെവലെത്തി. അവൾ എൻ്റെ തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക്, ചെളിങ്ങാട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു. അന്ന് ഞാൻ ഗൾഫിലാണ്, ഞാൻ നാട്ടിലല്ല. ഗൾഫിലുള്ള ഞാൻ അവളെ ആക്രമിക്കണു, അങ്ങനെ ആക്കണു ഇങ്ങനെ ആക്കണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തത്. ആ കത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ നമുക്ക് അനുയോജ്യമായ ഒരു ഇതുണ്ടായിരുന്നില്ല അവിടെ. ഇയാൾ ഈ ഇസ്മിൻ്റെ പണിയെടുക്കണ കാരണം, അയാളുടെ കയ്യിൽ ശൈത്താൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം ഇയാളെല്ലാവർക്കും ഭയമാണ്. അപ്പോൾ ഇയാൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള പേടിച്ചിട്ട് ആ മഹല്ല് നിവാസികളോ അതല്ലെങ്കിൽ അയൽവക്കക്കാരോ ആരും ഇയാൾക്ക് എതിർത്ത് സംസാരിക്കാൻ, അയാൾ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ ആരും കൂട്ടാക്കിയില്ല. പിന്നെ ആ നാട്ടിലുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവിടെ 2 പാവപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കാൻ ഇയാൾ തീരുമാനമെടുത്തു. അപ്പോൾ കുറച്ച് ആളുകൾ അയാളെ സപ്പോർട്ടായി. പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാർ ഇയാളെ കുറച്ച് പേര് അംഗീകരിക്കുന്നത് കാരണം ലീഗിൻ്റെ ആളുകളും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കേട്ടല്ലോ നിങ്ങള്. ഇപ്പോ ഈ യുവാവ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വേദനാജനകമാണ്. ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട്
വിദേശത്ത് പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ ഭാര്യമാര് അവര് ഇതുപോലെ പോകുന്നു. ഈ പോകുന്നത് അത് ഒന്നോ രണ്ടോ അങ്ങനെയല്ല. ഈ പോകുന്നവരെയൊക്കെ കൊണ്ടുപോകുവാനും അതിനു വേണ്ടിയിട്ട് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും വേണ്ടി ചില അലവലാദികൾ വേഷം കെട്ടിയിട്ട് ചില മജ്ലിസിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അവരെ കുറിച്ചാണ് ആ യുവാവ് പറഞ്ഞത്. ആ യുവാവ് പറഞ്ഞതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടിയും നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക. ഇതുപോലെയുള്ള അലവലാദികളെ എന്താണ് ചെയ്യേണ്ടത്? സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ഇസ്ലാമുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വെട്ടിത്തുറന്ന് പറയുവാനുള്ള ആ ഒരു ഗട്സ് ഉണ്ടല്ലോ, അത് കാണിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഉള്ളവനെ പോലെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും വാചാലരാവുകയാണ്. ആ വാചാലരാവുന്നത് അവരുടെ ആ ഒരു ശൈലിയും അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ ലൈക്കോ ഒരു ഷെയറോ ഒക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, പ്രതികരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ സഹോദരന്റെ ബാക്കി വോയിസ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമസ്തക്ക് 13 പേജ് ഉള്ള ഒരു കത്ത് ഞാൻ എഴുതി. ആലിക്കുട്ടി ഉസ്താദ് ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. 2 തവണ ഞാൻ പോയി സംസാരിച്ചു. അപ്പം മുഷാവർക്ക് കത്ത് തരാൻ വേണ്ടി പറഞ്ഞു. ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനായിട്ട് സംസാരിച്ചു. അപ്പോഴും മുഷാവർക്ക് കത്ത് തരാം. മുഷാവർക്ക് കത്ത് കൊടുത്തു. ആ കത്ത് ചർച്ചയ്ക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് മാത്രമേ സംസാരിച്ചുള്ളൂ. ബാക്കി ഒരാളൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഈ തങ്ങളുടെ ഭാഗമാണ് നിന്നത്. അതുകൊണ്ട് ആ ചർച്ചയും നടന്നില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നില്ല. ഇനി എനിക്ക് ആകെയുള്ള പേടി 12 വയസ്സായ ഒരു മോളുണ്ട് എനിക്ക്. ഈ 3 മക്കളിൽ ഒരു മോള്. ഞാനത് വ്യക്തമായി ആ കത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ മകളെയും കൂടി അയാൾ വഴി പഴപ്പിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത്. അതിൽ നിന്നെങ്കിലും ഒരു മോചനം ഉണ്ടാവണം. മക്കളെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല. ആരുടെ ഭാഗത്തു നിന്നും നീതി ഉണ്ടായില്ല, നീതി കിട്ടിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് സമസ്തയുടെ ഭാഗത്തു നിന്ന്. സമസ്തയുടെ ഭാഗത്തു നിന്നും ആ നീതി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിരാശനായിട്ട് കഴിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ ഭാവി ഓർത്തിട്ട്.